മലേഷ്യയിൽ നിന്നും തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞു. പക്ഷേ പൊട്ടിയ വേഗത്തിൽ തന്നെ അത് ചീറ്റിപ്പോയ കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോഴിതാ എല്ലാവരും യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ച് അകത്തിടണമെന്ന് പറയുകയാണ്. കാരണം ഒരു തെളിവുകളുമില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ കമ്മീഷണറെ കയറി വോട്ട് കള്ളനെന്ന് വിളിക്കുക, അല്ലെങ്കിൽ കള്ളന്മാരുടെ സംരക്ഷകരെന്ന് വിളിക്കുക, തെളിവുകളൊന്നും കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ ആ തെളിവ് കൊടുക്കില്ല എന്ന് പറയുക, കോടതിയിൽ പോകാത്തത് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് BJPയെ തകർക്കുക മാത്രമാണ്, അല്ലാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നും എൻ്റെ ജോലിയിൽപ്പെടുന്ന കാര്യമല്ല എന്ന് പറയും. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയോട് അവിടെ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാത്തത്? കോടതിയിൽ പോയാൽ ഇതൊക്കെ വളരെ ഗംഭീരമായി തെളിയിക്കാൻ സാധിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്, ഒരു കേസിലും ഞാൻ കോടതിയിൽ പോകാറില്ല, ഈ വിഷയത്തിൽ ഒരു കേസിലും ഞാൻ കോടതിയിൽ പോകാൻ പോകുന്നില്ല. മൈ ജോബ് ഈസ് ടു പ്രഷറൈസ് ദ BJP ഗവൺമെൻറ്, അല്ലാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല എൻ്റെ ജോലി എന്നാണ് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതാണ് 6018 വോട്ടുകൾ ഡിലറ്റ് ചെയ്തു. അതായത് 6018 വോട്ടുകൾ ആ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇടപെട്ട് ഡിലറ്റ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് അലാന്ത് ALAND അലാന്ത് എന്ന് പറയുന്ന കർണാടകയിലെ ഒരു മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത്. അവിടെ ഈ പ്രോസസ്സ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഹൈജാക്ക്ഡ് പ്രോസസ്സ് നടത്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് നേരെയുള്ള ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് രാഹുൽ ഗാന്ധിക്ക് നേരെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ അലാന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് കോൺഗ്രസിന് വലിയ ശക്തിയുള്ളൊരു പ്രദേശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ബേസ്ലെസ് ആരോപണമാണ് എന്നുള്ളതാണ് ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ജ്ഞാനേഷ് കുമാർ വോട്ട് ഡിലറ്റ് ചെയ്തു എന്ന് 2022-23 കർണാടക CIDയിൽ ഡിലറ്റ് ചെയ്തു എന്ന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ജ്ഞാനേഷ് കുമാർ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പാർട്ടി അല്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമ്പൂർണ്ണമായി യാതൊരുവിധ ബേസുമില്ലാത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലോ ദിവസങ്ങളോ അറിയാം രാഹുൽ ഗാന്ധിയുടെ ഗതി എന്താകുമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.